പ്രവാസികൾ തൊഴിലന്വേഷിച്ചുകൊണ്ട് ഉറ്റുനോക്കുന്നത് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളെയാണ്. അമേരിക്കയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കടക്കാൻ കടമ്പകളും ഏറെയാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾക്ക് ഏറെ തുണയാകുന്ന H1B വിസ ഇപ്പോൾ വീണ്ടും അംഗീകാരം നൽകിയിരിക്കുന്നു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ H1B വിസകൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് US ഫെഡറൽ സർക്കാർ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 97% വിസ അപേക്ഷകൾക്കും US സർക്കാർ അംഗീകാരം നൽകിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ 2018-ലും 2019-ലും 84% അപേക്ഷകൾക്ക് മാത്രമായിരുന്നു സർക്കാർ അംഗീകാരം നൽകിയിരുന്നത്. എന്നാൽ US-ലേക്ക് IT വിദഗ്ധർക്കായുള്ള ആവശ്യക്കാരേറിയതോടെയാണ് നൽകുന്ന വിസകളുടെയും എണ്ണം കൂട്ടിയിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ വിസ അപേക്ഷകരോട് US കൂടുതൽ രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ടതോടുകൂടി പല അപേക്ഷകളും നിരസിക്കപ്പെടുകയായിരുന്നു. US-ലെ ഭരണമാറ്റവും പുതിയ നയവുമാണ് കൂടുതൽ പേർക്ക് വിസ ലഭിക്കാൻ സഹായിക്കുന്നതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി നിയമവിധേയമുള്ള കുടിയേറ്റത്തിൽ മികച്ച വർധനവാണുള്ളതെന്നും ഗ്രീൻ സ്പൂൺ മാർഡർ എന്ന നിയമസഹായ സ്ഥാപനത്തിലെ വിദഗ്ധനായ നന്ദിനി നായർ വ്യക്തമാക്കി. പ്രതിവർഷം 65,000-ഓളം പുതിയ H1B വിസകളാണ് US സർക്കാർ വിതരണം ചെയ്തു വരുന്നത്. കൂടാതെ 20,000-ഓളം വിസകൾ US-ൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർക്കും ലഭിച്ചു വരികയാണ്. എന്നാൽ പുതിയ ജീവനക്കാരന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതിന് 6 മാസം മുമ്പ് തന്നെ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഈ സംവിധാനത്തിൽ വലിയ പൊളിച്ചെഴുത്ത് വേണമെന്നാണ് കുടിയേറ്റ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ ആവശ്യപ്പെടുന്നത്. നിലവിലെ സമ്പ്രദായം മൂലം പലർക്കും അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ടെന്നും വർഷത്തിൽ ഏത് സമയത്തും കമ്പനികൾക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനും വിസയ്ക്ക് അപേക്ഷിക്കാനും അവസരം ഒരുക്കണമെന്നും നന്ദിനി നായർ വ്യക്തമാക്കി. എന്തായാലും കൂടുതൽ H1B വിസകൾ അനുവദിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.